യോങ് ഷോപ്പിംഗ് മലയാളീസിൻ്റെ ഓണം സെലിബ്രേഷനാണ്, 6ാമത് ഓണം സെലിബ്രേഷനാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഹോളിൽ എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ച് കോർഡിനേറ്റേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻ നടക്കുന്ന ഹോള്. എല്ലാ വർഷവും നമ്മളൊരു ഹോള് റെൻറ്റ് ചെയ്തിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പിൽ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ഓരോരുത്തരും ഓരോ ഡിഷ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ സദ്യയും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൗണ്ട്, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ഓണം. ഇതാണ് നമ്മുടെ ഹോളിൻ്റെ കിച്ചൺ ഏരിയ. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്തുകൊണ്ടുവരുന്ന ഫുഡ് സോർട്ട് ചെയ്യുന്നത്. നമ്മുടെ കലവറ ടീമാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു സൈഡിൽ നമ്മൾ നമ്മുടെ ഓണസദ്യ വിളമ്പാനുള്ള പ്രിപ്പറേഷൻസും കുറച്ച് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗെയിംസിലും മറ്റു കലാപരിപാടികളിലും എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാനായിട്ട്. ഹാപ്പി ഓണം. നിങ്ങളൊക്കെ എക്സൈറ്റഡ് ആണോ? അതെ. നമ്മുടെ ഓണാഘോഷ പരിപാടിയെ പറ്റി എന്തെങ്കിലും രണ്ടു വാക്ക്? ഇഷ്ടംപോലെ പരിപാടി ഉണ്ട്. ഡാൻസ് ഉണ്ട്, സദ്യ ഉണ്ട്, പാട്ടുണ്ട്. അതെ, സ്പെഷ്യൽ ഒരു ഐറ്റം കൂടി വരാനുണ്ട്. അതെ അതെ. നിങ്ങളുടെ ഓണത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അതിഥിയാണല്ലേ? എന്താണ് ഓണാഘോഷത്തെ പറ്റി പറയാനുള്ള രണ്ട് വാക്ക് ഓണത്തെ പറ്റി പറയൂ. നമ്മുടെ യോങ് ഷോപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാ വർഷവും പുതിയ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ യോങ് ഷോപ്പിങ്ങിനെ പറ്റി അറിയാനും, അതുപോലെ തന്നെ അവർക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ നമ്മൾ ഈ പ്രോഗ്രാമിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നോ യോങ് ഷോപ്പിംഗ് എന്നായിരുന്നു നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ഒരുപാട് ഓർമ്മകളുള്ള നല്ലൊരു ദിവസമാണ്. അപ്പം ഇന്ന് ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ സ്വാഗതം ചെയ്യാണ്. ഓണത്തിന്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് അപ്പം വീട്ടിലൊക്കെ എല്ലാവരും ഉണ്ടാവും, കുടുംബക്കാരൊക്കെ. നമ്മളെല്ലാവരും ഒത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കുക, കൂടെ കളിക്കുക, പൂക്കളിടുക, എന്നിട്ട് ഒരു ബഹളം എല്ലാം ആയിട്ട് ഒരു നല്ലൊരു ദിവസം എല്ലാവരും കൂടെ നിന്ന് ഒരു സിഗ്നലൊക്കെ കണ്ട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചെലവിടുന്ന നല്ല ഓർമ്മകളുടെ ഒരു ദിനം. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് അതിനൊക്കെ ഒരു മധുരം കൂടുന്നത്. നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു ദിവസം മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റിൽ നമുക്ക് ഒരുപാട് ഓണക്കളികളുണ്ട്. നിങ്ങൾക്ക് വന്ന സമയത്ത് തന്നെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ച പല പല ഗ്രൂപ്പ് ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈവൻ നമ്മൾ ഇൻഡിവിജ്വൽ ഗെയിംസ് ആണെങ്കിലും നിങ്ങളുടെ പോയിന്റ് നമ്മൾ ഗ്രൂപ്പ് ഗെയിമിലേക്ക് ആഡ് ചെയ്യും. ഇതിന്റെ അവസാനം മെയിൻ ഗ്രൂപ്പിനൊരു സമ്മാനമുണ്ട്, ഇൻഡിവിജ്വൽ ഗെയിംസിന് സമ്മാനമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ദൂരെ നിന്ന് നമുക്കായിട്ട് ഈ ഓണാഘോഷ പരിപാടിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിനെ നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതെ അതെ, നാട്ടിലേക്ക് പോകുന്ന വഴി നമ്മളൊന്ന് സ്വീഡനിലേക്ക് വിളിച്ചു കിട്ടിയ മാവേലിയാണ്. അപ്പം വെൽക്കം മാവേലി. ഞങ്ങളുടെ ഈ ഒരു ഓണാഘോഷ പരിപാടിയിൽ ഇത്രയും തിരക്കിനിടയിൽ നമുക്കായിട്ട് എത്തിയതിന് ഒത്തിരി താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ യോങ് ഷോപ്പിംഗിലെ മലയാളികളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. ഞാൻ പല ഓണം സെലിബ്രേഷനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ സ്വീഡനിൽ കാലി വെക്കുന്നത്, അത് യോങ് ഷോപ്പിംഗിൽ. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അടിച്ചു കയറി വാ.
നമുക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആവാൻ. തുമ്പപ്പെണ്ണേ തുമ്പ പൂങ്കാട്ടിൽ നിന്നെ തുമ്പിക്കിളി കണ്ണെറിഞ്ഞത് നാടാകെ പാട്ടാറേ. എല്ലാവരും റെഡിയാണോ? Your time starts now. പ്രളയമൊരു തീനാളം അറിയുകയാ